ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ കണ്ണൂർ കോക്ടെയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, നല്ല അടിപൊളിയായി ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റും കപ്പളങ്ങയാട്ടോ. നമ്മുടെ പപ്പായയില്ലേ, നമ്മുടെ പപ്പായയും ക്യാരറ്റുമാണ് ആവശ്യം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഒരു 4 എണ്ണം എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് നമ്മുടെ ഈ ക്യാരറ്റ് 4 എണ്ണം ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് വേകാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ക്യാരറ്റ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പപ്പായ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ കപ്പളങ്ങയാണ്. ഇനി നമുക്ക് അതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇത്രയും വേണ്ട, നമുക്കൊരിതിൻ്റെ ഒരു പകുതി മതി. അധികം കപ്പളങ്ങയുടെ ചൊവയായാൽ ഈ കപ്പളങ്ങയുടെ ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് കപ്പളങ്ങ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കപ്പളങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്നതിന് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും നമ്മുടെ പപ്പായയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കട്ടപ്പാലാണ് ചേർക്കുന്നത്. ഒരു പാക്കറ്റ് കട്ടപ്പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ അരച്ച് കഴിഞ്ഞപ്പം എനിക്കിത് ഇത്രയും തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഐസ്ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഊറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ടത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത സംഭവങ്ങളാണ്. ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്ക മുന്തിരി, അതുപോലെ തന്നെ കോൺഫ്ലെക്സ്, പിന്നെ കുറച്ച് മാതള നാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് അല്ലി, ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കോക്ടെയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.